ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വലിയ കപ്പ് വരുന്ന ഒരു ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല ഡീപ്പ് നെക്കാണ്. ഏകദേശം 10 ഇഞ്ചോളം കഴുത്ത് ഇറക്കണം നമുക്ക്. ഇറങ്ങിയിരിക്കുന്ന കഴുത്ത് പോരാ, അതിനേക്കാൾ 2 ഇഞ്ചും കൂടെ കൂടുതൽ ഇറക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ 2 ഇഞ്ച് അപ്പോൾ ഒരു 10 ഇഞ്ച് ഓളം നമുക്ക് ഇറക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും കുറച്ചുകൂടെ കൂട്ടാൻ മതി. 14 അര ഇതിന് ലെങ്ത്തുള്ളൂ. നമ്മളൊരു 15 അരയിൽ വെട്ടുകയാണ്. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കൂടി നിൽക്കണം. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. 34 അരയാണ് ഇതിൻ്റെ വേസ്റ്റ് അളവ്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണവും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഞാൻ തന്നെ തയ്ച്ച ബ്ലൗസാണ്, അതുകൊണ്ട് ഇതിലൊന്നും മാറ്റം വരുത്താനില്ല. കറക്റ്റ് അളവിലാണ് നിൽക്കുന്നത്. കഴുത്ത് മാത്രം ഒന്ന് കൂട്ടണമെന്നേ ഉള്ളൂ. 44 ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം. ഇനി നമുക്ക് ഇതിനെ ബാക്ക് വെട്ടിയെടുക്കാം 15 ഇഞ്ചിൽ. അത്യാവശ്യം ബ്രസ്റ്റ് ഉള്ള, വളരെ ഹൈറ്റ് ഇല്ലാത്ത ഒരാളിനാണ്. അപ്പം നമുക്ക് ബ്രസ്റ്റ് കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് വെട്ടി തയ്ക്കുന്നതെന്നാണ്. നമുക്ക് പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. വലിയ ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ബ്ലൗസ് തയ്ച്ചാൽ ഫ്രണ്ട് കപ്പ് കറക്റ്റ് ആവാതെയൊക്കെ വരും. ഇതിന് 5 ഇഞ്ച് മാത്രമേ നമ്മൾ ഷോൾഡർ എടുക്കുകയുള്ളൂ. കാരണം ഇത് 10 ഇഞ്ചോളം നമുക്ക് കഴുത്ത് ഇറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 5 ഇഞ്ച് മാത്രം ഷോൾഡർ മതി. അതുപോലെ 2 ഇഞ്ച് മാത്രമേ നമ്മൾ വൈഡ് എടുക്കുകയുള്ളൂ. 2 ഇഞ്ച്. താഴ്വശത്ത് 2.5 ഇഞ്ച് കൊടുക്കണം വൈഡ്. മുകളിൽ 2 ഇഞ്ച്. 2 ഇഞ്ച് മാത്രമേ വൈഡ് എടുക്കുകയുള്ളൂ. ഇത് നല്ല മുതു വീതിയൊക്കെ ഉള്ള ഒരു കഷിക്കാണ്. അപ്പോൾ ഒരുപാട് വൈഡായാൽ എന്താ പറയുക, കഴുത്ത് വലിഞ്ഞൊക്കെ പോവും. അപ്പോൾ അവർക്ക് കഴുത്ത് ഷോൾഡർ ഇറങ്ങാനും പാടില്ല. 6 ഇഞ്ച് തന്നെ ഇതിൻ്റെ ആം ഹോള്. അപ്പം നമ്മളുടെ ഈ യൂണിക്ക് അളവുകൾ കുറേ പേർക്കൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണവർക്ക് പ്രത്യേകിച്ച്. ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോളിൻ്റെ പകുതി എടുത്ത് ഇതും പകുതി എടുത്തിട്ട് 1 ഇഞ്ച് കൈക്കുഴിയിലാണ് നമ്മൾ കൈക്കുഴി വെട്ടുന്നത്. വളരെ ഈസിയാണിത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യുന്നതും തയ്ക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പാറ്റേൺ വെട്ടിയിട്ടാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതങ്ങ് ശീലിക്കുക. ബ്ലൗസ് തയ്ക്കുമ്പോൾ കേട്ടോ, പാറ്റേൺ വെട്ടി തയ്ച്ച് ശീലിക്കുക. അപ്പോൾ ഒരു ബ്ലൗസ് പോലും ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ആ ബേക്ക് അതിൽ വെച്ച് താഴെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കൂടുതലെടുത്തിട്ട് നമ്മൾ ആ വെട്ടി അതേപോലെ ഫ്രണ്ട് കഴുത്ത് മാത്രം മാറ്റം വരുത്തണം. ഫ്രണ്ട് കഴുത്ത് നമ്മൾ എപ്പോഴും വെട്ടുമ്പോൾ 6 ഇഞ്ചിലേ വെട്ടാവൂ. പിന്നെ നിങ്ങൾക്ക് ഇത് 7 ഇഞ്ചോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ തയ്ച്ച് കഴിഞ്ഞ് കഴുത്ത് നമ്മൾ തയ്ക്കേണ്ട സമയമാകുമ്പോൾ 1 ഇഞ്ചും കൂടെ ഇറക്കി, അതായത് നമ്മൾ ജോയിനിങ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ 2 ഇഞ്ച്, താഴ്വശം 2.25 ഇഞ്ച് എടുക്കണം കേട്ടോ. ഇച്ചിരി ഒന്ന് അകത്തി എടുക്കണം. നല്ല ബ്രസ്റ്റൊക്കെ ഉള്ളതാകുമ്പോൾ ഇടുങ്ങിയിരിക്കാനും പാടില്ല. അപ്പം താഴെ ഒരു 2.25, നമ്മൾ തയ്ച്ചു വരുമ്പോൾ 2.5 2.25 അടുത്ത് വരും. ആ പേപ്പറിൽ ഇതുപോലെ പാറ്റേൺ വെട്ടി എല്ലാവരും പാറ്റേൺ വെട്ടി തന്നെ ബ്ലൗസ് തയ്ക്കാൻ ശീലിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും വരില്ല. നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞ് ഒരു 10 ഇഞ്ചോളം നമ്മൾ എടുക്കുകയാണ്. 10 ഇഞ്ച് ഡോട്ട് പോയിന്റ്, അവിടെ നിന്ന് 2.5 ഇഞ്ച് താഴേക്ക്. ഒരു സ്ട്രെയിറ്റ്, ആ 2.5 ഇഞ്ചിന് സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് 1.25 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഷേപ്പ് കൊടുക്കുക. 2 സൈഡും അതുപോലെ 1.25 ഇഞ്ച് കയറ്റണം. നമ്മൾ ആ സ്ട്രെയിറ്റ് വരച്ചെടുത്തുന്നു. ഇതൊക്കെ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് ഇത് മനഃപ്പാടമായിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് തന്നെയാണ് കാണിക്കുന്നുണ്ട്.
ഇത് ഇപ്പോൾ ഏകദേശം എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ കട്ടിങ്ങും ഈ സ്റ്റിച്ചിങ്ങും മെത്തേഡ് മനപ്പാടമായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയും, പിന്നെ ഈ അളവുകൾ പലതും പല അളവിലല്ലേ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പോൾ ചില അളവുകളൊക്കെ, വലിയ അളവുകളൊക്കെ ചിലർക്ക് കൺഫ്യൂഷൻ വരും. അതാണ് വീണ്ടും വീണ്ടും ഞാൻ ആ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് ഈ ക്രോസിനാണ് ഇത് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ ഈ ഇതിൽ ക്രോസ് ആയിട്ട് വെക്കണം. ആ മൂല തിരിച്ച് നമ്മൾ വെക്കുക. അപ്പോൾ ക്രോസ് ആയിട്ട് തന്നെ ആയിരിക്കും. എന്നിട്ട് അടയാളപ്പെടുത്തുക. പാറ്റേൺ വെട്ടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി അഥവാ നമ്മൾ ഒരു പാറ്റേൺ വെട്ടുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ പാറ്റേൺ മാറ്റിയിട്ട് വേറെ കറക്റ്റ് ചെയ്ത് വെട്ടാം. തുണിയിൽ ആണ് വെട്ടണമെങ്കിൽ തുണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യാക്കൂല. ആ തുണി തന്നെ ഇട്ട് തയ്ക്കേണ്ടി വരും. തയ്ച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിയും പോവും. ഇനി ഇതിൽ നമുക്ക് കൈ വെട്ടിയെടുക്കണം. കൈ ഒരു 10 ഇഞ്ചോളം കൈ വണ്ണത്തിനാണ് എടുക്കുന്നത്. കാരണം കൈ അത്യാവശ്യം നല്ല വണ്ണം ഉള്ളതാണ്. കണ്ടോ, കൈ വണ്ണം ഉള്ളതാണ്. അപ്പോൾ കൈയുടെ ലെങ്ത് കുറച്ച് മതി. 6 ഇഞ്ചോളം ലെങ്ത് മതി. അപ്പോൾ വണ്ണം ഒരു 10 ഇഞ്ച് വണ്ണത്തിന് എടുക്കുക. 3 ഇഞ്ച് കൈ കുഴിക്കണം. അതുപോലെ നമ്മൾ പേപ്പറിന് വെട്ടിയെടുത്ത് വെച്ചേക്കുന്ന കട്ടിങ് വെച്ച് തന്നെ നമ്മൾ കട്ടിങ് വെട്ടിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് ആണ് വെട്ടിയെടുത്തത്. ഇനി അതിൻ്റെ മെയിൻ പീസ്, സാരി പീസാണ് വെട്ടുന്നത് കേട്ടോ. സാരി മെയിൻ പീസ് ആ കട്ടിങ് നമ്മൾ വെട്ടിയെടുത്ത ലൈനിങ് വെച്ച് വെട്ടിയെടുക്കുക. ഇതുപോലുള്ള സാരി പീസ് ആകുമ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. സാരി പീസ് ഒഴുകിപ്പോണ സാരി പീസൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും, ചിലപ്പം പറ്റൂല. അപ്പോൾ നമ്മൾ ലൈനിങ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് ഫ്രണ്ടും വെട്ടി, കട്ടിങ്ങും വെട്ടി. നമുക്ക് തയ്ക്കാം. ഇനി ഡോട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. നമ്മൾ ഷോൾഡർ കറക്റ്റ് തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ആ താഴെ കപ്പ് വലിയ കപ്പാണ്, അപ്പം നമ്മൾ താഴെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കുക. ഷോൾഡറിൻ്റെ അവിടെ രണ്ടായിട്ട് തുല്യമായിട്ട് തന്നെ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കുക. അവിടെ കൂടുതലും കുറവും ഒന്നും വരില്ല. അത് കറക്റ്റ് തന്നെ പിടിച്ചു വയ്ക്കണം കേട്ടോ. എന്നിട്ട് താഴേക്ക് ഒരു അല്പം മുന്നിലേക്ക് കയറ്റി വയ്ക്കുക. അതായത് വലിയ കപ്പാണ് വേണ്ടിയത്. അപ്പോൾ ഇത് 10 ഇഞ്ചാണ് നമ്മൾ ഡോട്ട് പോയിന്റ് വെച്ചേക്കണം. അപ്പോൾ അതനുസരിച്ച് 1.5 ഇഞ്ച് തന്നെ വൈഡ് എടുക്കണം കേട്ടോ. നമ്മൾ വൈഡ് ഇവിടെ ഷോൾഡർ കറക്റ്റ് ചെയ്യണം. താഴ്വശത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കണം. ഏകദേശം ഒരു 4 ഇഞ്ചോളം ഉണ്ട്. പിന്നെ ഇനി അതിൽ പടി വേണം. ഈ പടിയും കൂടെ വെച്ച് കഴിയുമ്പോൾ 4.5 4.25 വരും. അത്രയും വെച്ചിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പൊക്കെ മാറ്റി 10 ഇഞ്ച് ഇവിടെ വയ്ക്കുക. ഡോട്ട് പോയിന്റ് എടുക്കുക. 1.5 ഇഞ്ച് കറക്റ്റ് 1.5 ഇഞ്ച് തന്നെ ഡോട്ട് ഇടണം. അതുപോലെ ആം ഹോളിൻ്റെ നമ്മളിത് ഇങ്ങനെ പിടിച്ചു വെച്ചാൽ മതി. കണ്ടോ, കറക്റ്റ് വന്നോളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഒരു 2.25 ഇഞ്ച് എടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ചെറിയ കപ്പിനൊക്കെ 2 എടുക്കുള്ളൂ. വലിയ കപ്പാകുമ്പോൾ 2.25 2.5 വരെ ഡിസ്റ്റൻസിൽ വേണം ആം ഹോളിൻ്റെ ഡോട്ട് ഇടാനുള്ളത്. കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡോട്ട് കറക്റ്റ് അവിടെ വരും.
മാർക്കൊന്നും ചെയ്യണ്ട. 2.25 ഡിസ്റ്റൻസിൽ ഡോട്ട് ഇട്ടാൽ മതി. അതുപോലെ ഈ ഫ്രണ്ടിൽ ഉള്ള ഡോട്ട്, പട്ടേര അവിടെയുള്ള ഡോട്ട് 2 ഇഞ്ച് നേരെ 2ആയിട്ട് മടക്കുക. 2 ഇഞ്ചിൽ 2 ഇഞ്ച് ഡിസ്റ്റൻസ് മതി. അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡോട്ടിൻ്റെ. ഇനി നമുക്കിതിൽ കട്ടിങ് വെച്ച് തയ്ക്കാം. ഇതാ ഇവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കണം. ഇനി കട്ടിങ് വെച്ച് തയ്ക്കാം. നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കുമ്പോൾ ആ ഡോട്ടൊക്കെ പിടിച്ച് മാറ്റിയിട്ട് വേണം തയ്ക്കാൻ. ഡോട്ടിലൊന്നും തയ്യൽ വീഴരുത്. കട്ടിങ് ഒക്കെ വെച്ച് തയ്ച്ചു. ഇനി നമുക്ക് നെഞ്ചിപ്പട്ട തയ്ക്കാം. നെഞ്ചിപ്പട്ട അറിയാലോ, എൻ്റെ മെത്തേഡിലെ നെഞ്ചിപ്പട്ട എന്ന് പറഞ്ഞാൽ 2 സൈഡിലുള്ള നെഞ്ചിപ്പട്ട നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഐ വരിയാൻ എങ്ങനെയാണോ നെഞ്ചിപ്പട്ട അടിക്കണം, അതുപോലെ തന്നെ ഹുക്ക് വെക്കാനുള്ള ഭാഗവും നെഞ്ചിപ്പട്ട അടിക്കണം. ഈ ഭാഗവും നമ്മൾ കറക്റ്റ് ഇങ്ങനെ മടക്കി അതിലേക്ക് തന്നെ, ആ തയ്യലിലേക്ക് തന്നെ ഇങ്ങനെ വേണം അടിക്കാൻ. ഇത് ഹൂക്ക് വെക്കുന്ന ഭാഗം ഇങ്ങനെ തന്നെ അടിക്കണം. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ അടിക്കണമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കറക്റ്റ് കപ്പ് കറക്റ്റ് ആവണം, കഴുത്ത് ടൈറ്റ് ആവണം, അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ എന്തിനാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകും. അല്ലാത്തൊരു ഇത് മാത്രം കണ്ട് തയ്ക്കുന്നവർക്ക് ഇതുപോലെ അങ്ങ് തയ്ച്ചാൽ മതി, കറക്റ്റ് ആയിരിക്കും. ഷോൾഡർ നമ്മൾ അടിച്ചു. ഇനി നമുക്കിത് ജോയിനിങ് ചെയ്യാം. അത് നമ്മളൊരു പ്രധാനപ്പെട്ടതാണ്. 9.5 ഇഞ്ചാണ് ഇതിനെടുക്കാനുള്ളത്. അതായത് 8.5 34 അല്ലേ എൻ്റെ വേസ്റ്റ് വന്നപ്പോൾ 8.5 9.5 എടുക്കണം. 9.5 ഇഞ്ചിൽ നമ്മൾ 4 സൈഡും മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് നമ്മളിതാ ഇങ്ങനെ 4 സൈഡും ചേർത്ത് ഒരു 1/4 ഭാഗം ഇങ്ങനെ അടിച്ചു വയ്ക്കുക. അതും ഇതാദ്യമായിട്ട് കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും, അതെന്തിനാ ഇങ്ങനെ അടിച്ചു വയ്ക്കുന്നതെന്ന്. ഇങ്ങനെ അടിച്ചു വെച്ചില്ലെങ്കിൽ നമ്മുടെ തയ്യൽ കറക്റ്റ് ആവൂല. ഇങ്ങനെ അടിച്ചു വെച്ചാൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഒഴിഞ്ഞു പോവും. അതിനാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും ഭാഗം അടിച്ചു വെക്കുക. എന്നിട്ട് കൈ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുള്ളൂ. ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താൽ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരേ അളവിൽ എടുക്കണമെന്നുകൊണ്ടാണ് ഈ ബാക്ക് കുറച്ച് കൂടുതൽ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത്. അതുപോലെ ഷോൾഡറിലവിടെ കൂടുതലുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് കൈ വെച്ച് തയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിൽ കൈ വെച്ച് തയ്ക്കണം. കൈയൊക്കെ വെച്ച് തയ്ക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അത് കൂടുതൽ കാണിക്കുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. ഇനി നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ 1/4 ഭാഗം ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിന് പ്രത്യേക അളവൊന്നുമില്ല, ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെ 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അളന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ കൈ അളന്ന് നോക്കാം. എത്രയാണ് കൈ വണ്ണം? 7 ഇഞ്ച് കൈവണ്ണം ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് ആദ്യം ജോയിൻ ചെയ്യാം. അതായത് 7.5 ഇഞ്ച്. താഴ്വശത്ത് ഒരു 1/2 ഇഞ്ച്.
എന്നിട്ട് അത് നമ്മളിതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ആ കൈക്കുഴിയും കൂടെ ചേർത്ത് മടക്കണം. അപ്പോൾ കൈക്കുഴിയിലും ആ കുറവ് വരുത്തണം. സ്ട്രെയിറ്റ് ആയിട്ട് മടക്കുമ്പോൾ കൈക്കുഴിയും കൂടെ അതിൽ വന്നോളും. എന്നിട്ട് അതങ്ങ് താഴേറ്റം വരെ 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. ഇതാ ഒരു ശകലം 1 ഇഞ്ചിൻ്റെ കുറവേ ഉള്ളൂ. ചെസ്റ്റ് വണ്ണം ഒന്ന് അളന്ന് നോക്കാം ഇപ്പം എത്ര ഉണ്ടെന്ന്. ഇതാ 44 ഉണ്ട്, 44 അരയോളം ഉണ്ട്. ഇത് നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ അളന്നാണെന്നാലും ഒന്നുകൂടെ നോക്കാം. അളന്ന് നോക്കിയിട്ട് വേണം ഇനി കുറയ്ക്കുക കൂട്ടുകയോ ചെയ്യണമെന്ന് നോക്കാനുള്ളത്. ഇത് 44 ഉണ്ട്. അപ്പൊ ഇതിൽ ചെസ്റ്റ് വണ്ണം ഇനി കുറയ്ക്കാനേ ഇല്ല. അപ്പോൾ വേസ്റ്റ് വണ്ണം 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ ഒരു അല്പം മാത്രം കുറച്ചാൽ മതി. ഒരു ശകല ഒരു 1/4 ഇഞ്ചിന് വേണ്ടി കുറച്ച് കയ്യും അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തും കൂടെ വെച്ച് തയ്ച്ചാൽ മതി. കഴുത്ത് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ചെയ്ത് കൂടുതൽ കുറവുണ്ടെങ്കിൽ വെട്ടി ചെയ്തിട്ട് വേണം നമ്മൾ കഴുത്ത് തയ്ക്കാനായിട്ട്. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴുത്ത് തയ്ച്ചിട്ട് നിങ്ങൾ ചെറിയ ചെറിയ കട്ട് കൊടുക്കരുത്. കട്ട് ചെയ്യാതെ തന്നെ അങ്ങ് മടക്കി തയ്ച്ചേക്കണം. കട്ട് ചെയ്താൽ കഴുത്ത് ലൂസായി പോവും. അതൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ